ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും നമസ്തേ കൊച്ചിലെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ സമയം 5:30 കഴിഞ്ഞിരിക്കുന്നു. ഞാൻ കുടിച്ച് സുന്ദരിയായിട്ട് കിച്ചണിൽ വന്നിരിക്കുകയാണ് എന്ന് പറയാൻ പറ്റത്തില്ല ഗൈസ്. ചേട്ടന ജോലിക്ക് പറഞ്ഞു വിട്ടതിന് ശേഷമുള്ള ഇതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഒരു ചെറിയ ഷോട്ട് നല്ല നെല്ലിക്ക ജ്യൂസ് അടിച്ച് കുടിക്കും. അത് കുടിക്കണത് നല്ലതാണ്. എനിക്ക് ഹോർമോൺ പ്രശ്നങ്ങളും കാര്യങ്ങളും PCOS ഒക്കെ ഉള്ളത് കൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് കുടിക്കണമല്ല, വെറുതെ മേക്കപ്പിന് വേണ്ടി കുടിക്കണമല്ല കേട്ടോ. അപ്പം പുള്ളിക്കാരന് ബോയിൽ ചെയ്ത് വെച്ച വെജീസിൽ നിന്ന് കുറച്ചെടുത്ത് എനിക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി. പിന്നെ ഒരു മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. എന്നാലും എൻ്റെ ഡയറ്റിൽ ഒരു മുട്ടയല്ല കേട്ടോ, 4-5 മുട്ടയുണ്ട്. അപ്പം അത്രയും കൂട്ടണം നമുക്ക്. അപ്പം ഇത് ഇന്നലത്തെ പാത്രങ്ങളാണ് കഴുകി വെച്ചത്. ഈ പാത്രങ്ങൾ അടുക്കാണ് എൻ്റെ പൊന്നു മക്കളെ രാവിലെ തന്നെ പണി. പിന്നെ ഡിഷ് വാഷറിൽ കഴുകിയ പാത്രങ്ങളൊക്കെ ചിലതൊക്കെ നമ്മൾ അത്ര വൃത്തിയായിട്ട് കിട്ടുന്നില്ല കേട്ടോ. എനിക്ക് അതിൻ്റെ ഗുഡൻസ് മനസ്സിലായിട്ടില്ലാത്തതുകൊണ്ടാണ് നിങ്ങളൊന്ന് പറഞ്ഞു തരും എങ്ങനെയാണെന്ന്. ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു നോക്കി, പക്ഷെ ഒന്നും അങ്ങോട്ട് ഏക്കണില്ല. അപ്പം ഈ പാത്രങ്ങളൊക്കെ ഡിഷ് വാഷറിൽ കഴുകിയതാണെങ്കിലും ഇതിൻ്റെ പുറകെ കണ്ടോ ചോറും പറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കണത്. പക്ഷെ ഇന്നലെ തിരക്കായിരുന്നേ. കിച്ചണിൽ എനിക്ക് പാത്രം സിങ്കിലിട്ടിട്ട് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഡിഷ് വാഷറിലിട്ട് കഴുകിയത്. അല്ലെങ്കിൽ പൊതുവേ ഞാൻ കൈ കൊണ്ട് കഴുകി വെക്കാറേ ഉള്ളു. അപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് ഹെക്റ്റിക്കായിട്ട് തോന്നണമെന്ന് വെച്ചാൽ പാത്രം കഴുകലല്ല, കഴുകിയ പാത്രങ്ങൾ എടുത്തു വെക്കുന്ന പരിപാടിയാണ് എനിക്ക് ഹെക്റ്റിക്കായിട്ട് തോന്നാറുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നണേന്ന് കമന്റ് ചെയ്യണേ. അപ്പം ഡിഷ് വാഷറിൽ കഴുകിയ സംഭവങ്ങൾ വീണ്ടും ഒന്നും കൂടി എടുത്ത് കഴുകണേണ്. കാരണം അത്ര വിശ്വാസം പോരാ സോപ്പ് പോയോന്ന്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡിഷ് വാഷർ യൂസ് ചെയ്യണം. അപ്പം അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇപ്പം ആദ്യം വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാത്ത ഒരാൾ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും പ്രോബ്ലംസ്, അതേപോലെ തന്നെയായിരിക്കും നമ്മളൊരു പുതിയ മെഷീൻ സ്റ്റാർട്ട് ചെയ്ത് യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴുള്ള നമ്മുടെ പ്രോബ്ലം. പിന്നെ അത് യൂസ് ടു ആയി കഴിഞ്ഞാൽ അതിൻ്റെ മെക്കാനിസം പഠിച്ച് കഴിയുമ്പം അത് അത്ര പ്രശ്നമാവാറില്ല പൊതുവെ. അപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പോണത്. അപ്പം എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ മനസ്സിൽ പിടിക്കൂല ഈ ഇത് ഡിഷ് വാഷറിൽ കഴുകിയിട്ട്. പോരാതിനെ ചോറും വെച്ച് കണ്ട കാരണം കൊണ്ട് ഒന്നും കൂടി കൂടി, അല്ലെങ്കിൽ ഞാൻ അത് അങ്ങനെ തന്നെ എടുക്കുകയുള്ളു. പക്ഷെ ഒന്നും കൂടി ഞാൻ കഴുകി വെക്കും. അപ്പം ഞാനിവിടെ രാവിലെ മോർണിംഗ് നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ മോർണിംഗ് എന്തെങ്കിലും പാട്ടോ അച്ഛൻ്റെ വചന പ്രവേശനോ എന്തെങ്കിലും കണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളു. എനിക്കതാണ് ഇഷ്ടം. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഓവർ തിങ്കിങ്ങിൻ്റെ കുറച്ച് അതിപ്രസരം ഉള്ള ഒരു ആളാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടല്ലോ, ദൈവമേ, സൂര്യനെ പിളർത്തി സൂര്യനെ നശിപ്പിച്ചോളാണ് ഒരു അവസ്ഥ ഉണ്ട്. ആ അവസ്ഥയിലോട്ടെത്തും. അതുപോലെയാണ് എൻ്റെ തിങ്കിങ് കപ്പാസിറ്റി. അപ്പോൾ പാത്രം കഴുകണ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ, ഭയങ്കര മനസ്സിന് സമാധാനമുള്ള കാര്യം. എന്താണെന്ന് എനിക്ക് അറിയില്ല അതെന്താണ്. പല ആൾക്കാർക്കും പാത്രം കഴുകുന്നതിനോട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരില്ലേ, പാത്രം കഴുകാൻ ഭയങ്കര ഹെക്റ്റിക്കാണ് അവർക്കൊക്കെ. പക്ഷെ എനിക്കെന്താണെന്നല്ലേ, പാത്രം കഴുകുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട്. മറ്റേ പാത്രങ്ങളൊക്കെ ഞാൻ ഒതുക്കി അലോക്കേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. അപ്പം ഇനി ആ ട്രെയിലോട്ട് വീണ്ടും ഈ പാത്രങ്ങൾ പോകുന്നതായിരിക്കും. ഇതെന്താണ്, തീരുമ്പോൾ കുപ്പിയിൽ നിന്ന് ഭൂതോ എന്ന് പറയണ പോലെ ആയിരിക്കും ആ ട്രെയുടെ അവസ്ഥ. എപ്പോൾ നോക്കിയാലും പാത്രങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. അതിനൊരു എന്താ പറയുക, റെസ്റ്റ് ഇല്ല. ഈ 2 സൈഡിലിരിക്കുന്ന ട്രെയിൽ വൈറ്റും ഗ്രേയും, അതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരുമാതിരി എന്താ പറയുക, നമ്മൾ പറയില്ലേ എടുത്താലും തീരാതെ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന നിറകുടമായ സംഭവങ്ങൾ, അതേപോലെയാണ് എൻ്റെ അടുക്കളയിലെ ആ 2 ട്രേ. അവർ ഫുൾ നിറകുടമായിട്ടാണ് ഇരിക്കാറ്. അപ്പം പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് ഇതിൻ്റെ സൈഡൊക്കെ ക്ലീൻ ചെയ്യണത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ അങ്ങനെ നോക്കുന്ന ഒരാളാണ്. എനിക്ക് എന്താ പറയുക, കാണുമ്പോൾ തന്നെ ഒരു പോലെ തോന്നും. അപ്പോൾ നമ്മൾ വൃത്തിയാക്കി അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നമൊക്കെ തീർന്നത്. ഇതാണ് ഇപ്പം കഴുകി വെച്ച പാത്രങ്ങൾ. എൻ്റെ പൊന്നുമക്കളെ, എത്ര കഴിയാലും തീരില്ല ഈ പാത്രം. അപ്പൊ രാവിലെ ചേട്ടന് വെച്ചതിന് ശേഷം അടുത്തത് നമ്മൾ ഇവമോളെ വിടാനാണ് പോണത്. പുള്ളിക്കാരത്തേക്ക് ചപ്പാത്തി, ഇന്ന് ചപ്പാത്തിയും ദാൽക്കറിയാണ് ഇവമോക്ക്. അപ്പൊ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേണ്. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, മാജിക് അബ്രക്കഡാബ്ര ചപ്പാത്തി പോരട്ടെ എന്ന് പറയുമ്പോ പോരുമില്ല ചപ്പാത്തി. അതുപോലെയാണല്ല ഉണ്ടേണ്. പണ്ട് എനിക്ക് ചപ്പാത്തി പോയിട്ട് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാനും പോലും അറിയില്ലായിരുന്നു. എന്റെ പൊന്നേ, എങ്ങനെയാണെന്നാവോ ഞാൻ ഇത്ര വൃത്തിക്ക് റൗണ്ടിൽ ചപ്പാത്തിയൊക്കെ പരത്താൻ പഠിച്ചത്. അയ്യോ, എന്റെ കഴിവിനെ ഞാൻ എന്താ പറയാ, ഞാൻ പുകഴ്ത്തുന്നു ഗൈസ്. ബിക്കോസ് ചപ്പാത്തി പരത്താൻ പോയിട്ട് ഉരുട്ടാൻ പോലും അറിയാത്തൊരു
ആളായിരുന്നു ഞാൻ. ഇപ്പൊ പരത്തി ഉരുട്ടി ചുട്ടെടുക്കാൻ വരെ എനിക്ക് സ്കില്ലുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഇവിടെ ഖത്തറിൽ വന്നതിന് ശേഷം കുറെ ജോലിക്കൊക്കെ ട്രൈ ചെയ്ത് കിട്ടാണ്ടായി. പിന്നെ എനിക്ക് അറിയാവുന്നത് കുക്കിംഗ് ആയിരുന്നു. അപ്പം ഇനി എന്ത് എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് അറിയാവുന്ന കുക്കിംഗ് ആണ്. അപ്പം എന്താ വിചാരിച്ച് കുക്കിംഗ് കൊണ്ട് മെസ്സ് തുടങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ മെസ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് ഞാൻ കുറച്ചും കൂടി കുക്കിങ്ങിൽ ഒരു വലിയ പ്രാഹല്യം എന്താ പറയൂല അതിനാ ആ കഴിവ് തെളിയിച്ച ഒരാളായത്. കുക്കിങ്ങിൽ ഞാനൊരു ചെറിയ കഴിവേറിയാണ്. അങ്ങനെയാണ് ഞാൻ ചപ്പാത്തിയൊക്കെ പരത്താൻ പഠിച്ചത് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടുത്തെ കഥ. പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പാത്തി പരത്താൻ വേണ്ടി സ്പൂൺ എടുക്കുന്നു, എണ്ണ തൂവാൻ വേണ്ടി അടുത്ത സ്പൂൺ എടുക്കുന്നു, അത് കഴിഞ്ഞ് അത് തുടയ്ക്കാൻ വേണ്ടി വേറെ സ്പൂൺ എടുക്കുന്നു. ഇപ്പം അതേ ഒന്നുമില്ല, എല്ലാം കൈയും കൊണ്ടുള്ള കളിയാണ്. കൈയും കൊണ്ടുള്ള കളി അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എന്താണല്ലേ, പുതിയ പുതിയ സ്കില്ലുകളൊക്കെയാണ് പ്രായം ചെല്ലുന്നവരും പഠിച്ചോണ്ടിരിക്കണം. അയ്യോ, അത് വേറെ തന്നെ ഒരു കഴിവാണ് കേട്ടോ. ചപ്പാത്തിയൊക്കെ വരുത്താൻ വേണ്ടി കൈ ഉപയോഗിക്കും, സ്വന്തം കൈ ഉപയോഗിക്കും. പാത്രം കഴിവാണ്ടിരിക്കുള്ള മടി, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. നിങ്ങൾ വിചാരിക്കുന്നത് കഴിവാണെന്നു. നോ 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 നോ. അത്രയും സ്പൂണും പാത്രം കൂടി ഞാൻ കഴിവുണ്ടായെന്ന് ഓർത്തിട്ടാണ് ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ചൂടെടുത്താലും കുഴപ്പമില്ലെന്നും പറഞ്ഞ് തിരിച്ചും മറിച്ചു വിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് ഒപ്പി 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 അത് ചെയ്യണത്. അത് എന്താ പറയുക, ഈ മടിയന്മാരാണ് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കണ്ടുപിടിക്കണേന്ന് പറയാറുണ്ട്. അത് കറക്റ്റായിട്ടുള്ള കാര്യം കേട്ടോ. മടിയന്മാർ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടി അവർ ഓരോ കാര്യങ്ങൾ ചെയ്യും. അവർ ചിന്തിക്കും നന്നായിട്ട്. ബിക്കോസ് പണിയെടുക്കാണ്ടിരിക്കാൻ എങ്ങനെ നിൽക്കാമെന്നായിരിക്കും ചിന്തിക്കണേ കേട്ടോ. അപ്പം നമ്മുടെ ഇവമ്മക്ക് 2 ചപ്പാത്തി മതി മോർണിംഗ്. അവൾക്കത് പരത്തി ചുട്ട് 2 മടക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവൾക്ക് കൊടുക്കണ കറി ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, രാവിലെ ചേട്ടൻ ഉണ്ടാക്കിയത് ആൽക്കറിയാണ് അവൾക്ക് കൊടുക്കണത്. അപ്പോൾ അത് അവൾക്ക് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണതാണ്. അപ്പം എൻ്റെ മോർണിംഗ് ഡേ ഇൻ മൈ ലൈഫ് അറ്റ് മൈ കിച്ചൺ 4 o'clock എണീക്കും. 4 o'clock എണീറ്റ് കഴിഞ്ഞിട്ടുള്ള എൻ്റെ മോർണിംഗ് റുട്ടീൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഗൈസ്. ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7:30 വരെയുള്ള ഒരു പരിപാടി ഇതൊക്കെയാണ്. 7:30 കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ ലെവലാണ്. പിന്നെ എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. അപ്പം അവൾക്ക് വെള്ളം പാക്ക് ചെയ്തു, ഫുഡ് പാക്ക് ചെയ്തു, അവളുടെ ലഞ്ച് ബാഗിൽ വെച്ച് സെറ്റായി. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.